വിധിയോട് വിയോജിപ്പ് എന്തിനെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ തോമസ് ഐസക്, മതിയായ സാവകാശം സർക്കാരിന് ഇതിനോടകം കിട്ടിയിരുന്നു. ആ ഘട്ടത്തിൽ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താതെ ഇപ്പോൾ വീണ്ടും 3 മാസത്തെ സാവകാശം തേടി സുപ്രീം കോടതിയിലേക്ക് പോയാൽ കോടതി അത് അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? കാരണം സമാനമായ വാദഗതികൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ ദിവസം ഈ ബെവറേജിൻ്റെയും കൺസ്യൂമർ ഫെഡിൻ്റെയും ഒക്കെ അഭിഭാഷകർ ഉന്നയിച്ചതാണ്. കോടതി അത് തള്ളിയതുമാണ്. സാർ, സുപ്രീം കോടതി എന്താ തീരുമാനിക്കാൻ പോകുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മതിയായ സാവകാശം ലഭിച്ചിട്ടില്ല. കാരണം അറ്റോർണി ജനറലിന്റെ നിയമോപദേശം ഉണ്ടായിരുന്നത് ഇത് ബാറുകളെ ഒന്നും ബാധിക്കില്ലെന്നുള്ളത്. പക്ഷെ ഇപ്പൊ സുപ്രീം കോടതി അതിന് വിരുദ്ധമായിട്ട് ബാറിനെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത് നമ്മൾ നിലച്ചിരിക്കാത്ത ഒരു സംഭവവികാസം. നാം ഇപ്പോൾ പോകുന്നത് ബൗക്ക് ഔട്ട്ലെറ്റുകളുടെ കാര്യം പറയാനല്ലേ? എന്തോ നാം ഇപ്പോൾ പോകുന്നത് ബൗക്ക് ഔട്ട്ലെറ്റുകളുടെ കാര്യം പറയാനല്ലേ? ഈ അറ്റോർണി ജനറലിന്റെ നിയമോപദേശം ബാറുകളുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നല്ലോ. അതെ, അതടക്കം ഇപ്പൊ വന്നിരിക്കുകയല്ലേ, ഒരു പുതിയ സംഭവവികാസമല്ലേ. അപ്പോ ഇനി അതെല്ലാം അടക്കം ഒരു പുതിയ സാഹചര്യം. അല്ല സാർ, എന്റെ ചോദ്യം ബൗക്ക് ഔട്ട്ലെറ്റുകൾ മാറ്റേണ്ടതാണ് എന്നത് നമുക്കറിയുന്ന കാര്യം തന്നെ ആയിരുന്നില്ലേ? ആ ഘട്ടത്തിൽ ഒരു സാവകാശവും കോടതി തന്നിരുന്നു. കാരണം ഡിസംബർ 15-നായിരുന്നു ആ ഉത്തരവ്. ഇപ്പൊ വീണ്ടും നാം ഇതേ കാര്യത്തിന് 3 മാസം ചോദിച്ചാൽ കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടുമല്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളെ മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ജനങ്ങൾ, ആ പ്രദേശത്തെ വാസികളിൽ നിന്ന് വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വളരെ സൗമ്യമായിട്ടുള്ള സമീപനമാണ് ബലം പ്രയോഗിച്ച് സ്ഥാപിക്കുന്നതിന് ശ്രമിച്ചിട്ടില്ല. അതിന്റെ ഫലമായിട്ട് ഈ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുന്നു. പിന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അങ്ങനെ ഒഴിഞ്ഞ സ്ഥലം കിട്ടിയതിനോട് എൻഒസ് നൽകാത്ത അവസ്ഥ വിശേഷം വന്നിരിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ചില നിലപാട് മാറ്റങ്ങൾ സാധ്യമാണ്. അപ്പോ അതിനു വേണ്ടിയിട്ട് സാവകാശം ആവശ്യപ്പെടുന്നു. അങ്ങനെ 3 മാസം സാവകാശം നിന്നുകൊണ്ട് ആകാശം ഇടിഞ്ഞ് വീഴത്തില്ലല്ലോ. അതുകൊണ്ട് ചോദിച്ചു നോക്കാം. ശ്രീ തോമസ് ഐസക്, ഈ ജനകീയാസൂത്രണത്തിന്റെ മികവിനെ പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. കേരളം ആ രംഗത്ത് പുലർത്തിയിട്ടുള്ള ദേശീയ മാതൃകയെപ്പറ്റിയും താങ്കൾ പഠന വിഷയമാക്കിയിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും താങ്കൾ അടങ്ങുന്ന ഇടത് സർക്കാർ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ഈ പ്രഖ്യാപിത ഇടത് നയത്തിനോട് പൊരുത്തപ്പെടുന്നതാണോ? ഇത് വളരെ മൂർത്തമായൊരു സാഹചര്യമാണ്. ഇവിടെ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് LDF ഒരിക്കലും ആരോടും പറഞ്ഞില്ല, ചെയ്യില്ലെന്നാ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായിട്ട് അങ്ങനത്തെ അവസ്ഥ വിശേഷം വരികയാണ്. ഇത് ദീർഘനാളിലെ കേരളത്തിന് വിനാശകരമായിരിക്കും. ഇവിടുത്തെ മയക്കുമരുന്നിന്റെയും വ്യാജവാറ്റിന്റെയും എല്ലാം കേന്ദ്രമായിട്ട് ഈ സംസ്ഥാനത്ത് അത് അവതരിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ ടൂറിസത്തിന് വലിയ തിരിച്ചടി നൽകാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചില പുതിയ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും, അനിവാര്യമാണ്. തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചൊരു തടസ്സമായി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത് വളരെ ന്യായമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും അല്ലാതുള്ള കാരണങ്ങൾ കൊണ്ടും ജനങ്ങൾ, ആ പ്രദേശത്തുള്ള ജനങ്ങൾ എതിർക്കുന്നു. ഇനി ഒഴിഞ്ഞ സ്ഥലം കണ്ടെത്തിയിട്ട് തന്നെ അത് രാഷ്ട്രീയ കാരണം കൊണ്ടും മറ്റും വേണ്ടെന്ന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ തീരുമാനിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥാവിശേഷം ഉണ്ട്. അതുകൊണ്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ് ഇത് കാരണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതൊരു ഘടകമല്ലേ. അങ്ങനെ വരുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളെ ശത്രുവായി തന്നെ ഒരു മൂർത്ത സാഹചര്യത്തിൽ സർക്കാർ കാണുന്നു, ആ അധികാരം തിരിച്ചെടുക്കുന്നു. ഇതാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. സർക്കാർ കണ്ട കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സർക്കാർ തലത്തിൽ ആലോചിക്കേണ്ടി വരും. ഞാനാരാ തീരുമാനങ്ങൾ പറയാനായിട്ട്. പക്ഷെ നിശ്ചയമായിട്ടും എന്താണ് സാവകാശം കിട്ടിയാൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളടക്കം മറ്റ് സംസ്ഥാനങ്ങളിൽ ആലോചിച്ചിട്ടുള്ള സംസ്ഥാന പാത അത് പുനർനിർവചിക്കുക, ഇങ്ങനെയുള്ള നടപടികൾ നമുക്കും സ്വീകരിക്കേണ്ടി വരും. പക്ഷേ കോടതി വിധിയെ വളഞ്ഞ വഴിയിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് എന്ന് ഉന്നത നീതിപീഠത്തിന് തോന്നിക്കഴിഞ്ഞ് അവർ വിധിച്ചു കഴിഞ്ഞാൽ അനുസരിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഈ നടപടി സ്വീകരിച്ചിരിക്കുകയല്ലേ. കോടതിയുടെ വിധിയെക്കുറിച്ച് ഇന്ന് നിശിതമായ വിമർശനം പല കോണുകളിലും ഉയർന്നു കഴിഞ്ഞു. ഇന്നിപ്പോ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ മതിയല്ലോ. ശരിയാണ്. പക്ഷേ ശ്രീ തോമസ് ഐസക്,
ഇവിടെ ഇപ്പോൾ എന്തായാലും മൂർത്തമായൊരു വിധിയും നമ്മുടെ മുന്നിലുണ്ട്. മൂർത്തമായ ഒരു സാഹചര്യം എന്ന പോലെ മൂർത്തമായൊരു വിധിയും. ഇപ്പോൾ അങ്ങടക്കമുള്ളവർ ആ വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. പക്ഷെ നാം ഇവിടെ നോക്കുന്നത് ഒരു പ്രതിസന്ധി എന്ന നിലയിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് മറികടക്കാനുമാണ്. അത് എത്രമാത്രം പ്രായോഗികമാണ്? ഈ നടപ്പാക്കുന്നതിന് ബാധ്യതയുള്ളപ്പോൾ തന്നെ ഇത് ഒരു കേസ് ഓഫ് എക്സസൈസ് ഡീലാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നല്ല, ഞാൻ എഡിറ്റോറിയൽ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്നതാണ്. ഇത് ഒരു അതിരുകവിഞ്ഞ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന മോശമായ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ എടുക്കുന്ന ഒരു തീരുമാനമാണ്. മദ്യപിച്ച് റോഡിൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ ലേമരടിയിൽ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ കുടിക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കേണ്ട കാര്യം തിരിക്കുന്നു? പുറത്തുള്ളവർക്ക് സെർവ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഹിന്ദു എഡിറ്റോറിയൽ ഉള്ളടക്കം. ശരി, ശ്രീ തോമസ് ഐസക്, ധനമന്ത്രി എന്ന നിലയിൽ താങ്കൾ കണക്ക് കൂട്ടുമ്പോൾ എന്താണ് ഖജനാവിനുണ്ടാകുന്ന നഷ്ടം ഇതുവഴി? ഇന്നത്തെ നില തുടരുകയാണെങ്കിൽ 4000-5000 കോടി രൂപ സർക്കാരിന് വരുമാനത്തിലിടിവുണ്ടാവും. അങ്ങനെയെങ്കിൽ അത് മറികടക്കാൻ ഇപ്പോൾ സർക്കാർ ഈ വിഷയം അടക്കം സുപ്രീം കോടതിയുടെ മുൻപാകെ വെച്ചതാണ്. അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ റവന്യൂ വരുമാനം ഇല്ലാതാക്കുക എന്ന് ഉദ്ദേശിച്ചല്ല ഈ ഉത്തരവ്. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് എന്ന്. ബദൽ മാർഗം കണ്ടെത്താനൊന്നും സംസ്ഥാന സർക്കാരിന് ഒരു പോംവഴിയില്ല. കാരണം വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം നികുതിയാണ്. ആ നികുതി ആരും GST കൊടുത്തു കഴിഞ്ഞു. പിന്നെ എവിടെ നിന്നാണ് വരുമാനം വർദ്ധിപ്പിക്കുന്നത്? സംസ്ഥാനത്തുള്ള ഫീസുകൾ മുഴുവൻ 3-4 ഇരട്ടിയായിട്ട് കൂട്ടണോ? കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ നോക്കണ്ടേ? ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം കിഫ്ബിയിൽ ധാരാളം പണമുണ്ടല്ലോ എന്നാണ്. അത് പരിഹാസദ്യോതകമായി പറഞ്ഞതാണ്, എങ്കിലും അതിന് അങ്ങയുടെ ഒരു മറുപടി. അദ്ദേഹത്തിന് ഇങ്ങനെ വിവരദോഷം പറയരുത്. കിഫ്ബി നിയമനിർമ്മാണം നടത്തിയപ്പോൾ അദ്ദേഹം നിയമസഭയിലുള്ളതാണല്ലോ. അതിലുള്ള പണം ബഡ്ജറ്റിലേക്ക് ഒരു പൈസ പോലും ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള നിബന്ധനകളാണ് ആ നിർമ്മാണം നടത്തിയിട്ടുള്ളത്. ആ നിയമനിർമ്മാണത്തിന് മുമ്പ് കിഫ്ബിയിൽ വഴി സ്വീകരിക്കുന്ന പണം സർക്കാർ ബഡ്ജറ്റിലേക്ക് ഉപയോഗിക്കാമായിരുന്നു. അങ്ങനെയാണ് ഫണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് ഇറക്കി കൊടുത്ത പണം ഉപയോഗിച്ചത്. അതിനൊരിക്കലും പാടില്ല, സംഭവിക്കില്ല എന്നോ ഉറപ്പ് നൽകാനുള്ള നിയമനിർമ്മാണം നടത്തിയ ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്താ പറയേണ്ടതിനെ കുറിച്ചൊക്കെ. ശരി, ഇപ്പോൾ ഈ സർവകക്ഷി യോഗം വിളിക്കാനിരിക്കുകയാണല്ലോ. അങ്ങനെ വരുമ്പോൾ VM സുധീരൻ്റെ ഒക്കെ ഒരു പ്രഖ്യാപിത നിലപാട് അങ്ങേക്കറിയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ സുപ്രീം കോടതിയിൽ ശക്തമായി എതിർവാദം ഉന്നയിച്ച 2 പേരേ ഉള്ളൂ. ഒന്ന് മാഹിയിലെ മദ്യവിരുദ്ധ സമിതിയും പിന്നെ VM സുധീരനും. ബാക്കി ഒരുമാതിരിപ്പെട്ട എല്ലാവരും മദ്യലോബിക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയിലെ വമ്പന്മാരായ വക്കീലന്മാരെ മുഴുവൻ എടുത്ത് വാദിച്ചതും മദ്യലോബി തന്നെയാണ്. എന്നാലും സുപ്രീം കോടതിയുടെ വിധി ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അത് സുധീരൻ്റെ അടക്കമുള്ള നിയമയുദ്ധങ്ങൾക്കുള്ള അംഗീകാരവുമാണ്. അങ്ങനെ വരുമ്പോൾ സർവകക്ഷി യോഗത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ പിന്തുണ കിട്ടുമെന്ന് സർക്കാർ കരുതുന്നുണ്ടോ? ഞങ്ങൾ സുധീരന്റെ നിലപാടിന് ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ലല്ലോ. സുധീരന്റെ നിലപാടിനല്ലല്ലോ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിലപാടിനല്ലേ. അപ്പോ സർവകക്ഷി യോഗം വിളിക്കും, ആ ഒരു സഭായോഗം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ സർക്കാരിന്റെ നയമായിട്ട് നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും. ശരി, നന്ദി ശ്രീ തോമസ് ഐസക് പ്രതികരിച്ചതിന്. ശ്രീ രാജു എബ്രഹാം, ഈ സർക്കാർ വേണ്ട സാവകാശം കിട്ടിയിട്ടും അത് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല, ഈ മദ്യ ലോബിക്ക് വേണ്ടി അതിനേക്കാൾ ശക്തമായ വക്കീലായി സർക്കാർ സുപ്രീം കോടതി മുൻപാകെ പോയി നിൽക്കുകയും ചെയ്തു. പിന്നെ ഇടയ്ക്ക് തടിയൂരി തിരിച്ചു വന്നു. ഇപ്പോൾ വീണ്ടും സാവകാശം തേടിക്കൊണ്ട് ഈ ബൗക്കോ ഔട്ട്ലെറ്റുകൾ മാറ്റാൻ ശ്രമം നടത്തുന്നു. ദേശീയ പാതകളുടെയും സംസ്ഥാന പാതകളുടെയും നിലവാരം താഴ്ത്തിക്കൊണ്ട് ഈ മദ്യ ഉടമകളുടെ മുഴുവൻ വരുമാനത്തെയും ഉറപ്പുവരുത്താൻ നോക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മദ്യത്തെ മുഖ്യ വരുമാനമായി കാണുന്ന മദ്യപന്മാരെ ആ രൂപത്തിൽ സർക്കാരിൻ്റെ തന്നെ ഇരകളാക്കി മാറ്റുന്ന ആ കൂട്ടുകച്ചവടത്തിൽ തോളിൽ കൈയിട്ട് ഈ പറയുന്ന മദ്യമുതലാളിമാർക്കൊപ്പം നിന്ന് ആരാണ് സർക്കാർ, ആരാണ് മദ്യമുതലാളി എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ സ്വയം രൂപം മാറി കളിക്കുന്ന ഒന്നിനെയാണോ ശ്രീ തോമസ് ഐസക് പറയുന്നത് ജനങ്ങൾ അംഗീകരിച്ച വിധിയാണിത്, ജനങ്ങൾ അംഗീകരിച്ച സർക്കാരാണിത്, അതിൻ്റെ നയമാണ് ഇത്, സുധീരനെയാണ് തിരസ്കരിച്ചത് ജനത എന്ന്?
വേണു, ഇവിടെ ലോകത്തൊരു രാജ്യത്തും മദ്യനിരോധനം ഇല്ല. മദ്യനിരോധനം നടപ്പാക്കിയ സ്ഥലങ്ങളിൽ ഉണ്ടായ വ്യാജമദ്യ ദുരന്തങ്ങൾ കണ്ണു തുറപ്പിച്ചു. പിൻവലിച്ച മദ്യനിരോധനം, നടപ്പാക്കിയ മദ്യനിരോധനം അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ഇവിടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. പിന്നെ അത് പ്രവർത്തിക്കുമ്പോൾ എന്തിനാണ് വെറുതെ സൗജന്യമായി കൊടുക്കുന്നത്? അതിൽ നിന്നൊരു വരുമാനം സ്വാഭാവികമായും സ്റ്റേറ്റുകൾക്ക് കിട്ടും, രാജ്യങ്ങൾക്ക് കിട്ടും. അത് സ്വാഭാവികമാണ്. ഇവിടെ പ്രശ്നം, ഇവിടെ ഇത് മുഴുവൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വ്യാജമദ്യ ദുരന്തങ്ങൾ, അതുപോലെ തന്നെ കഞ്ചാവ് മാഫിയ ഇപ്പൊ തന്നെ പിടിമുറുക്കി കഴിഞ്ഞില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ പറയും ടൂറിസം വരുമാനത്തിന്റെ കാര്യം. ഇപ്പോൾ ഒരു പടി കൂടി കടന്നിട്ട് ഖജനാവിലേക്കുള്ള വരുമാനത്തിന്റെ ബുദ്ധിമുട്ട് പറയുന്നു. ഇതൊന്നുമല്ല സുപ്രീം കോടതി വിധിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അത് പൊതുജനാരോഗ്യത്തെയും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താൻ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ തന്നെ പഠന റിപ്പോർട്ടുകൾക്ക് നിയമപരമായ ഒരു സാധ്യത ഒന്ന് വികസിപ്പിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത്. ഇവിടെ സർക്കാരുകൾ വിൽക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അധികാരത്തിൽ കൈയേറിയിട്ടില്ല. എക്സൈസ് നയം സ്വയം രൂപീകരിക്കാൻ സുപ്രീം കോടതി മുതിർന്നിട്ടില്ല. നിരോധനം സുപ്രീം കോടതി ഏർപ്പെടുത്തിയിട്ടില്ല. വേണുവിൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് പോലും ഞാൻ മറുപടി പറഞ്ഞില്ല. ഒന്ന്, ഡിസംബർ മാസം സുപ്രീം കോടതി പറഞ്ഞതാണ് ഇത് നിരോധിക്കും. എന്താ കേരളത്തിൽ ചെയ്തത്? കേരളത്തിൽ പല സ്ഥലങ്ങളിലും മദ്യവിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കാൻ ശ്രമിച്ചു. അതിൽ ലഭ്യമായ സ്ഥലങ്ങൾ ചില ജനവാസ കേന്ദ്രങ്ങളാണ്. അതാണ് ശ്രീ തോമസ് ഐസക് പറഞ്ഞത്. ആ ജനവാസ കേന്ദ്രങ്ങളിൽ വന്നപ്പോൾ ജനങ്ങൾ എതിർത്തു. ഗവൺമെൻറ് ജനങ്ങളോടൊപ്പമാണ്. ആ ജനങ്ങളുടെ വികാരത്തെ മാനിച്ചു. അവിടെ ബലം പ്രയോഗിച്ച് ഈ മദ്യഷോപ്പുകൾ തുറക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് എല്ലാം മാറ്റി സ്ഥാപിക്കാൻ കഴിയാതിരുന്നത്. ഇപ്പോൾ വീണ്ടും 3 മാസം സമയം ചോദിക്കുന്നത്. ഒരിക്കൽ കൂടി അതിനാണ് സർവകക്ഷി യോഗം വിളിക്കുന്നത്. എല്ലാവരെയും സമന്വയിപ്പിക്കണം. കാരണം UDF ഇരുന്നപ്പോൾ മദ്യനിരോധനം ഇവിടെ നടപ്പാക്കിയിട്ടില്ല. UDF അല്ലെങ്കിൽ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളിലോ നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ എന്താ ഉത്തർപ്രദേശിൽ കാണുന്നത്? വേണു പറഞ്ഞ ശരിയാണ്. ഉത്തർപ്രദേശിൽ അവിടെയുള്ള സംസ്ഥാന പാതകളുടെ പദവി ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ട് ആ സംസ്ഥാന പാതകളെ ഒക്കെ ജില്ലാ റോഡുകളാക്കി ഇപ്പം മാറ്റിയിരിക്കുക. അങ്ങനെ വരുമ്പം അവർക്കൊരു മദ്യഷാപ്പും മാറ്റണ്ട. നാഷണൽ ഹൈവേയുടെ സൈഡിലുള്ള മദ്യഷാപ്പുകൾ മാറ്റിയാൽ മതി. ഇപ്പം മഹാരാഷ്ട്രയിൽ അവിടെയും BJP അല്ലേ, അവിടെയും ഇപ്പോൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ തീരുമാനമാകും. അവിടെയും സംസ്ഥാന പാത, ആ പാത പിൻവലിച്ച് ജില്ലാ പാതയാക്കുകയാണ്. അപ്പം മറുവഴികൾ അവർ തേടുന്നു, നമ്മൾ തേടിയിട്ടില്ല. അത് തേടണമെങ്കിൽ തേടണം, മാറി നിൽക്കേണ്ടതില്ല. ഇവിടെ വാഹനാപകടങ്ങൾ, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകൾ, അവരെ കർശനമായ നിയമത്തിന് വിധേയമാക്കണം. ഇപ്പം തന്നെ റൂൾസ് പാസ്സായല്ലോ. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ 10,000 രൂപ ശിക്ഷ, ലൈസൻസ് പോകും. അങ്ങനെ വേണം. പക്ഷേ മദ്യപിച്ച് മാത്രമാണ് വാഹനാപകടം ഉണ്ടാവുന്നത് സുപ്രീം കോടതി കാണാൻ പാടില്ല. കാരണം വലിയൊരു ശതമാനം ഉറങ്ങിപ്പോകുന്നവരാണ്. രാത്രിയും പകലും നിർത്താതെ ഓടിച്ച് ഉറങ്ങിപ്പോകുന്നവരുണ്ട്. അപകടങ്ങളുണ്ട്, വാഹനങ്ങളുടെ ടെക്നിക്കലായ പ്രശ്നങ്ങളുണ്ട്, നിരവധി കാരണങ്ങളുണ്ട്. അപ്പം മദ്യപിച്ചു മാത്രം, പക്ഷെ മദ്യം ഇവിടെ വേണം എന്ന് ഞങ്ങളാരും തന്നെ പറയുന്നവരല്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അത് കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും, വളരെ അപൂർവ സ്ഥലങ്ങളിൽ, അവിടെ പോലും ഇപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ മദ്യ നിരോധനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. അവിടെ എത്ര വ്യാജ വാറ്റുകളാണ് നടക്കുന്നത്. ദുരന്തം ഉണ്ടാവാതിരിക്കുന്നത് അവരെ തൂക്കുകയറിൽ അവരുടെ തലവെട്ടിക്കളയും എന്ന പേടിയുള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നമുക്ക് അവധാനതയോടുകൂടി സുപ്രീം കോടതി കാണിച്ച ഈ എടുത്തുചാട്ടം നമ്മൾ കാണിക്കാൻ പാടില്ല. ഇവിടെ ജനങ്ങളുടെ സുരക്ഷ വേണം. ഇവിടെ നമുക്ക് വ്യാജമദ്യം പെരുകാൻ പാടില്ല. ഇവിടെ കഞ്ചാവ് മാഫിയ ഇപ്പൊ തന്നെ വിദ്യാർത്ഥികളിൽ ഒരു വലിയ വിഭാഗത്തെ പിടിമുറുക്കി കഴിഞ്ഞു. സുപ്രീം കോടതിയെ പോലെ എടുത്തുചാടാനില്ല സർക്കാരിനൊപ്പം നിൽക്കാനാണോ കോൺഗ്രസും ആലോചിക്കുന്നത്? സുപ്രീം കോടതി ഒരിക്കലും ഒരു എടുത്തുചാട്ടം നടത്തിയിട്ടില്ല. കാരണം സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ വിധി കേന്ദ്ര നയത്തിൻ്റെയും കേന്ദ്ര നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിധിയാണ്. പിന്നെ എങ്ങനെ എടുത്തുചാട്ടമാകുന്നത്? ഇത് കാലാകാലങ്ങളിൽ കേരളം ഭരിച്ച സർക്കാരുകൾ ഇത് നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായിരുന്നു. അവരും പല ഒഴിവുകൾ പറഞ്ഞ് ഇത് നീട്ടിക്കൊണ്ടുപോയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കേന്ദ്ര നയവും കേന്ദ്ര നിയമത്തിൻ്റെയും ഭാഗമാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ചരിത്രപ്രധാനമായ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട ആളാണ് അറ്റോർണി ജനറൽ. അദ്ദേഹം സ്വന്തമായി പോയി ഈ കേസിൽ കേന്ദ്ര ഗവൺമെൻറ് നയത്തിനെതിരായി വാദിച്ചു എന്നുള്ളതാണ് വിരോധാഭാസം.
അത് അനുചിതമാണ്, അത് അധാർമികമാണ്. മാത്രമല്ല